ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തേമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് തേമൂന്നുള്ള സാധനങ്ങൾ ബെസ്റ്റാണോ അതല്ല വേസ്റ്റാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു വയർലെസ് മൈക്രോഫോണാണ്. പിന്നെ വന്നിട്ട് നമ്മളെ എഗ്ഗ് ടൈമറാണ്. മുട്ട പുഴുങ്ങുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്, എന്നാലും ഒന്നുകൂടെ കാണാം. ഓക്കെ, അടുത്തത് ഇതൊരു ടോയാണ്, പസിൽ ടോയാണ്. ഒരു 10 പീസ് വരുന്ന സാധനമാണ്. കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യണം ഈ സാധനങ്ങളെല്ലാം. ഇത് തുറന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ ബാക്കിയുള്ളത്. പിന്നെ ഇതും ഒരു പസിലാണ്. ഈ സാധനം നമ്മൾ പണ്ട് ബാലരമയിലൊക്കെ വരുമ്പോഴത്തേക്ക് പേജ് കിട്ടാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, വഴക്കലുണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളതിനെ പിന്നെ ഒരു ഡ്രസ്സാണ്. പക്ഷേ അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യാനില്ല. ഇത് വണ്ടി കഴുകാൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ. അങ്ങനൊരു ക്വാളിറ്റി ഫീൽ ചെയ്യാനില്ല. ഭയങ്കര നൈസ് സാധനം. നമ്മളൊരു ഷോക്സ് കയ്യിലെടുക്കുന്നൊരു വെയിറ്റ് ഒന്നുമില്ല. ഇതാണെന്ന് പറയാൻ പറ്റും. മൈക്രോ ഫൈബർ ക്ലോത്ത് ചെയ്യുന്ന 2 ഇത് ഒരു മൊബൈൽ ഹോൾഡറാണ്. ഓക്കെ, തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരും. ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രേയാണ്. അത് തന്നെ സെയിം നമ്മൾ നേരത്തെ കണ്ട ആ പസിൽ തന്നെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഒരുമിച്ച് ഓർഡർ ചെയ്യുമ്പോഴത്തേനും അത് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്തു. ഓക്കെ, പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ. ഇതാണ് സാധനം. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ്. ഇതിൻ്റെ വീഡിയോ തനിയായിട്ടാണ്, അതായത് ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യുന്നത്. ഇതൊരു സെൽഫ് ട്രാക്കിംഗ് സെൽഫിയാണ്. നമ്മളെ ജിംബലൊക്കെ പോലത്തെ സാധനമല്ലേ, അതാണിത്. ഇതും നമ്മൾ സെപ്പറേറ്റായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കട്ടറാണ്. ഇതും പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. പിന്നെ ഇത് എനിക്ക് പസിൽസൊക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു പസിൽ. 8 ഐറ്റം പസിൽ എടുത്തത്. ഇതിൻ്റെ ഇത് സോൾവ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വയറ് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. ഇതൊരു സാധനം, ഇതൊരു ഇന്നോവേഷനുള്ള സാധനമാണ്. നമുക്കൊക്കെ പരിചയമുള്ള സാധനമാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ഇതൊരു വാട്ടർ ഗണ്ണാണ്. ജസ്റ്റ്
ചെറിയൊരു കുഞ്ഞു സാധനം. വാട്ടർ ഗണ്ണാണ്. പൈപ്പ് ഇതിൻ്റെ ബോട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നോബും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്ര വാട്ടർ ഗണ്ണാണ് ഉള്ളത്. ചെറിയ കുഞ്ഞു സാധനം. ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ടുള്ള സാധനം. ഇത് നമ്മളെ ഫോണിൽ ഒട്ടിക്കുന്ന, ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്ന ഒരു ഗ്രിപ്പാണ്. ഇത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നില്ലേ, അങ്ങനത്തെ സാധനമാണ്. ഇതും അതുപോലെ ഒരു ഇന്നോവേഷനുള്ള സെറ്റപ്പാണ്. ഇത് സെപ്പറേറ്റ് മാത്രമായിട്ട് തുറന്നത് റീൽസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് അത്യാവശ്യം ഒരു ഗുഡ് ഐഡിയ, ഒരു ഇന്നോവേഷൻ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് നമ്മളെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കാൻ പറ്റും. കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെങ്കിൽ ഇതിങ്ങനെ തുറന്നു വയ്ക്കാം. അതല്ല, കുറച്ച് ഹൈറ്റ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് തുറന്നു വയ്ക്കാം. രണ്ട് രീതിയിൽ കാര്യം ഇത് അത്രയും അടിപൊളിയായിട്ട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പക്ഷേ ഇത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, സ്റ്റീലല്ല. അലുമിനിയം, സ്റ്റീലോ അങ്ങനത്തെ സാധനമൊന്നുമല്ല, വെറും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, ഇനി എന്താണ് ഇത് അടിപൊളി സാധനം. ഇതിൻ്റെ ഒരു റീൽസ് നമുക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാരെ കണ്ടുപിടിക്കും. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏത് സാധനത്തിനകത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ഏത് സാധനത്തിൽ വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം അതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഇത് ടെന്നീസ് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കയ്യിലിടുന്ന ഒരു ഗ്രിപ്പാണ്. ഇത് നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ മുകളിൽ തന്നെയുള്ള സുഹൃത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഒരു ഓർണമെന്റ്സ് ആണ്. ഇയറിങ്സ് ചെവിയിലേക്ക്. ഇതിൻ്റെ നല്ല ഭംഗിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൽ പോലും അവർ ഒരു ഇന്നോവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചൈനക്കാരൻ ഒരു ബുദ്ധി നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഇതാണ് സാധനം. ഇതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇതൊരു ടൂളാണ്. ഒരു സ്പാനർ പോലത്തെ ടൂളാണ്. 17 മുതലോ ഒരു 3 നമ്പർ വരെയുള്ള ഒറ്റ ടൂളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഓവറോൾ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി.